ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒറ്റയ്ക്കിരുന്ന് ആക്ഷൻ എങ്ങനെ എടുക്കണമെന്ന് ആലോചിക്കുന്നതായിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ശാന്തമായിട്ട് എന്താണോ ചിന്തിക്കുന്നത് ഒറ്റയ്ക്ക്, അത് മാനിഫെസ്റ്റ് ആവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എങ്കിൽ നല്ല കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. അല്ല മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. പക്ഷേ ഈ ഒരു സമയം കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവർ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ അവരുടെ ലൈഫിൽ എന്താണോ അവർ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു സൈഡ് നിങ്ങളാണെങ്കിൽ ഒരു സൈഡ് ഇവിടെ അതർ സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇനി ഇവർ കൺഫ്യൂഷനിൽ നിന്ന് ക്ലാരിറ്റിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഒറ്റയ്ക്ക് ഒരു യൂണിയൻ ക്രിയേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കുറേ സമയമായി എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇനി എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള തോന്നൽ ഇവർക്കുണ്ട്. കുറേ നാളായി ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കംപ്ലീഷൻ. പക്ഷേ ഇപ്പോൾ ആ ഒരു കംപ്ലീഷൻ്റെ ടൈമായി എന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ആരോ ഒരു വ്യക്തി ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ആക്ഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി ഇവരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ ഏതോ ഒരു വ്യക്തി ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഇവർക്ക് ട്രിഗറും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു വാക്കുകൾ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് മറ്റുള്ള ഒരാൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് നിങ്ങളോട് പറയുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ നല്ലതിന് വേണ്ടി അവർ ആ ഒരു വ്യക്തിയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു. അതായത് നിങ്ങൾ ആ വ്യക്തിയെ കല്യാണം കഴിക്കരുത്, ആ വ്യക്തിയുമായിട്ട് ഒരിക്കലും നിങ്ങൾ ബന്ധം സ്ഥാപിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ പേഴ്സണെയും ആ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഇവിടെ നിങ്ങളുടെ മദറിലോയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററിലോ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണെ ചിലപ്പോൾ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഫീമെയിൽ എനർജി ആയിട്ട് ആ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു വഴിയെ തടസ്സം ചെയ്യുവാനായിട്ടുള്ള ഇതാരായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ ഒരു ഫീമെയിൽ എനർജി വളരെ സെൽഫിഷാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വഴക്കിടുന്നുമുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഏതോ ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ ഇവർക്കെതിരെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഒരു സൈഡ് നിങ്ങളും മറു സൈഡ് അതർ സിറ്റുവേഷനാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവർ വഴക്കിടുകയാണ് മറ്റുള്ളവരോട്. അതായത് ഇവർക്ക് നിങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദുഃഖം വരുന്നു. അതുകൊണ്ടാണ് ഇവർ വഴക്കിടുന്നത്. ഇവിടെ പൊസസീവ്നെസ്സാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഒരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം നേരെയായിട്ട് മാറിയെങ്കിലെന്ന്. ഇവിടെ ചില ആൾക്കാരുടെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇവർ ഒരിക്കലും ചതിയനായിട്ട് മാറുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മുന്നിൽ. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കാം എൻ്റെ പേഴ്സൺ എന്നെ ചതിച്ചിട്ട് പോയല്ലോ, എനിക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ നിങ്ങൾ വിചാരിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇവർ നിങ്ങളോട് പറയുന്നത് ഞാനൊരു ചതിയനല്ല, കാരണം എനിക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്, എനിക്കപ്പോൾ നിങ്ങൾ കുറച്ച് സമയം തരിക, എന്നെ ഒന്ന് മനസ്സിലാക്കുക എന്ന്. ഈ ഒരു സമയം ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂഷനിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശരിയായ ഒരു വഴി ഇവർക്ക് കിട്ടുന്നില്ല. ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ലൈഫിൽ ഹാപ്പിനെസ് വരണം, ഇവരുടെ ലൈഫിൽ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാവണമെന്നൊക്കെ. ഇവരുടെ കറണ്ട് ഫീലിംഗ് നിങ്ങൾക്ക് വേണ്ടി വളരെ പോസിറ്റീവാണ്. പക്ഷേ ഇവർക്കൊരു ഫിയർ ഉണ്ട്. കാരണം നിങ്ങളുടെ മുന്നിൽ ഇവർ തെറ്റായാണ് വരുന്നത്. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവർ ആക്ഷൻ എടുക്കുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഇവർ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് കുറച്ചും കൂടെ സമയം എടുക്കുന്നത്. ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ ചില ആൾക്കാർക്ക് വരാൻ പോകുന്ന 24 hours വളരെ നല്ലതല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയും, അതായത് എനിക്ക് ഈ ഒരു ബന്ധത്തിലിരിക്കുവാൻ താല്പര്യമില്ല എന്നൊക്കെ.
അതായത് ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാം, എനിക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ആകണം, നിങ്ങൾ മൂവ് ഓൺ ആയിക്കൊള്ളൂ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ വരാൻ പോകുന്ന 24 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള മെസ്സേജ് വരാൻ പോകുന്ന 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് തേർഡ് പാർട്ടിക്കാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പോഴും പല ആൾക്കാരുടെയും പേഴ്സൻ്റെ സോളാർ പ്ലെക്സിസ് ചക്ര ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം സഫറിങ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ കുറച്ചൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവരോട് നിങ്ങളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ അങ്ങോട്ടൊന്നും റിയാക്ട് ചെയ്യാൻ പോകണ്ട. ഇവരുടെ വൈബ്സ് ഇങ്ങനെയായിരിക്കും. ഇമോഷണലി വളരെ അപ്സെറ്റ് ആയിരിക്കും ഇവർ. അതായത് തേർഡ് പാർട്ടി ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിങ് കൺട്രോളിങ് ചെയ്യുകയാണ്. കാരണം ഇവർ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ തേർഡ് പാർട്ടി അത് സമ്മതിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അങ്ങോട്ട് അവരെ ട്രിഗർ ചെയ്യാൻ പോകരുത്. അങ്ങനെ നിങ്ങൾ ട്രിഗർ ചെയ്യുകയാണ് എങ്കിൽ പിന്നെ ഇവരുമായിട്ടുള്ള എല്ലാ ബന്ധവും നിങ്ങൾക്ക് എന്നേക്കുമായിട്ട് മറക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കാരണം ഇവർ ഇമോഷണലി അപ്സെറ്റാണ്. തേർഡ് പാർട്ടി ഇവരെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണ്. ആ സമയം നിങ്ങൾ കൂടെ ഇവിടെ ട്രിഗർ ചെയ്താൽ പിന്നെ നിങ്ങൾ പറയണ്ടല്ലോ ഒന്നും. ഇവിടെ വരാൻ പോകുന്ന 24 അവേഴ്സ് ഇവർക്കും വളരെ നല്ലതല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തൊട്ട് മെഡിറ്റേഷൻ ചെയ്യുക, എന്നിട്ട് ഇവർക്ക് ഹീലിംഗ് സെൻഡ് ചെയ്യുക. അതായത് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക. എൻ്റെ പേഴ്സൺ നല്ലതായിട്ടിരിക്കുന്നു, എൻ്റെ പേഴ്സൺ ബാലൻസിലാണ് എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ പറയുക. ഇവിടെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ് എങ്കിൽ ഇവിടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് റിസീവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാർ അവരെ ഫോഴ്സ് ചെയ്യുന്നത് അറേഞ്ച് മാരേജിനാണ്. പക്ഷേ ഇവർ ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. കാരണം ഇവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യുവാനാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതാണ് കുറച്ചൊന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കുന്നതാണ് എന്ന് ഇവർ നിങ്ങളോട് പറയുന്നതാണ്. ഇവിടെ ലോങ് ഡിസ്റ്റൻസിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും റിലീസ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറേ ആൾക്കാർക്ക് ഈ ഒരു എനർജി ഒരു 25 മണിക്കൂറിനുള്ളിൽ റെസണേറ്റ് ആകുന്നതാണ്. ചില ആൾക്കാർക്ക് 15 മണിക്കൂറിനുള്ളിൽ റെസണേറ്റ് ആകുന്നതാണ്. ഇവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് കേട്ടിട്ട് അതനുസരിച്ച് ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജസ്റ്റിസിൻ്റെ വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ അപ്പോൾ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരുന്നതാണ്. അപ്പോൾ ഇതാണ് വരാൻ പോകുന്ന 24 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അല്ലെങ്കിൽ നെക്സ്റ്റ് ആക്ഷനിൽ നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മെസ്സേജ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഒരിക്കലും സന്തോഷത്തെ നിങ്ങൾ ദൂരെ മാറ്റി വിടരുത്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും സന്തോഷം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളെപ്പോഴും നിങ്ങളെ തന്നെ ഹയർ സെൽഫിൽ വയ്ക്കുക, ലോവർ സെൽഫിൽ വയ്ക്കില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. സെൽഫ് ലവിൽ വരിക. കുറേ ആൾക്കാരുണ്ട് സ്വയം അവരെ സ്നേഹിക്കാതെ ഇങ്ങനെ മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് കിടക്കുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജാണിത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾ ദൂരത്തിൽ ചിന്തിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇപ്പോൾ നടക്കുന്ന കാര്യം വെച്ച് ഒന്നും ജഡ്ജ് ചെയ്യാതെ ദൂരത്തിൽ ചിന്തിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളിൽ പല ആൾക്കാരുടെയും ഇന്നർ പവർ ആക്ടിവേറ്റ് ആകുന്നു എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇന്നർ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ദൈവീയ ഗുണങ്ങളോ ദൈവീയ ശക്തികളോ ഉണ്ടാകും. അത് ആക്ടിവേറ്റ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 88 പോർട്ടലിനുള്ളിൽ അത് സംഭവിക്കുന്നതാണ്. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് നടക്കുന്നു, എന്താണോ നിങ്ങൾ പറഞ്ഞത് അത് നടക്കുന്നു. അതൊക്കെ ദൈവീയ ശക്തികൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഏഞ്ചൽസിൻ്റെ മെസ്സേജാണ്. ഈ മഹാദേവൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മാർഗദർശിയായിട്ട് എപ്പോഴും മഹാദേവൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന മഹാദേവൻ എപ്പോഴും അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കൂടെ ഇല്ല എന്ന്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനാണ് അദ്ദേഹം പറയുന്നത്. മഹാദേവൻ നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. നിങ്ങളുടെ സോള് പറയുന്നത് കേൾക്കുക. നിങ്ങളുടെ സോളുമായിട്ട് കണക്റ്റ് ആയിട്ടാണ് മഹാദേവൻ ഇരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് പറയുന്നത് കേൾക്കുമ്പോഴാണ് മഹാദേവനുമായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് നിങ്ങൾ കേൾക്കുക. മഹാദേവൻ നിങ്ങൾക്ക് എന്തൊക്കെ സൂചനകളാണോ തരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ടിലൂടെയോ അല്ലെങ്കിൽ നല്ല ഒരു സുഗന്ധം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നു മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ. അങ്ങനെയൊക്കെ എന്താണോ മഹാദേവൻ തരുന്ന സൂചന അത് നിങ്ങൾ മനസ്സിലാക്കുവാനാണ് മഹാദേവൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.